ആൾക്കൂട്ട കൊലപാതകങ്ങൾ സംസ്കാര വിരുദ്ധമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കേരളയാത്രയ്ക്ക് ഒറ്റപ്പാലത്ത് നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ജാഥാ നായകൻ കൂടിയായ കാന്തപുരം. അന്നം ചോദിച്ചു വരുന്ന പാവപ്പെട്ട മനുഷ്യനെ തല്ലിക്കൊല്ലുന്നത് അങ്ങേയറ്റത്തെ കാടത്തമാണെന്നും ആൾക്കൂട്ട കൊലപാതകങ്ങളും അക്രമങ്ങളും ഒരു നിലയ്ക്കും മനുഷ്യ സമൂഹത്തിന് അംഗീകരിക്കാനാവില്ല എന്നും കാന്തപുരം പറഞ്ഞു. ലോകമെന്നും സമ്മതിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അന്നം ചോദിച്ചു വരുന്ന പാവപ്പെട്ട മനുഷ്യനെ തല്ലിക്കൊല്ലുന്നത് കാടത്തമാണ്, അങ്ങേയറ്റത്തെ കാടത്തമാണ്. ഇത് അംഗീകരിക്കാത്ത മനുഷ്യർ ഉണ്ടാകുമോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഇന്ത്യയിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ ഒരു വർഗീയ സംഘർഷം പോലുമില്ലാത്ത ഏക സംസ്ഥാനം കേരളമാണെന്ന് സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച മന്ത്രി MP രാജേഷ് പറഞ്ഞു. വർഗീയതയുടെ ബുൾഡോസർ കേരളത്തിൽ എത്തില്ലെന്ന് LDF സർക്കാർ ഉറപ്പു തരുന്നതായും മന്ത്രി പറഞ്ഞു. കൊടുന്തണുപ്പിൽ ഒരു ദിവസം വെളുക്കുന്നതിന് മുമ്പ് പെരുവഴിയിലായത് അവരുടെ വീടുകൾ ഇടിച്ചു നിരത്തി ഒരു മൺകൂനയായി മാറിയ ഹൃദയഭേദകമായ ചിത്രം നാം കണ്ടു. അവരിൽ സ്ത്രീകളുണ്ട്, ഗർഭിണികളുണ്ട്, കൈക്കുഞ്ഞുങ്ങളുണ്ട്, പ്രായം ചെന്ന വന്യവയോധികരായിട്ടുള്ള ആളുകളുണ്ട്. ബാംഗ്ലൂരിന്റെ കൊടുന്തണുപ്പിൽ അവരെല്ലാം തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ടു. നമ്മൾ കാണുന്നത് എന്താണ്? ഈ ബുൾഡോസർ നല്ല ബുൾഡോസറാണ് എന്ന് ന്യായീകരിക്കുന്ന ലജ്ജാകരമായിട്ടുള്ള കാഴ്ച നാം കാണുകയാണ്. ഇതെന്തോ ഒരു നല്ല ബുൾഡോസറാണ്. ഡൽഹിയിലും ഉത്തരേന്ത്യയിലും ഉരുളുന്ന ബുൾഡോസറിനേക്കാൾ കുറച്ച് മയമുള്ള ബുൾഡോസറാണ് പോലും ബാംഗ്ലൂരിൽ ഉരുളുന്ന ബുൾഡോസർ. ബുൾഡോസർ ഏതായാലും അത് വർഗീയതയുടെ പേടിപ്പിക്കുന്ന ചിഹ്നമാണ് എന്ന് നാം കാണുന്നു. ആ ബുൾഡോസർ പ്രയോഗത്തിന് ഇരകളാകുന്നവരെല്ലാം ന്യൂനപക്ഷങ്ങളിൽപ്പെട്ടവരോ അതീവ ദരിദ്രരോ ദളിതരോ ആയിട്ടുള്ള ആളുകളാണ്, പാവപ്പെട്ട മനുഷ്യരാണ് എന്ന് നാം കാണുന്നത്. ഈ ഗവൺമെന്റിന് നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ഉറപ്പ് കേരളത്തിന്റെ തൊട്ടപ്പുറത്ത് വരുത്തിയിട്ടുള്ള ബുൾഡോസർ ഈ കേരളത്തിന്റെ അതിർത്തിക്ക് പുറത്തേക്ക് വരില്ല എന്നുറപ്പ് ഞങ്ങൾക്ക് നൽകാൻ കഴിയും. ആൾക്കൂട്ട കൊലപാതകങ്ങളും മറ്റ് അക്രമങ്ങളും ഇവിടെ നടപാടുന്നത് ജനങ്ങൾക്ക് അറിവും ബുദ്ധിയും വിവേകവും നൽകാത്തത് കൊണ്ടാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മുടെ കേരളം മറ്റ് എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നത് 100 വർഷത്തിനപ്പുറം നമ്മുടെ നേതാക്കൾ ഇവിടെ രൂപീകരിച്ച സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് എന്ന് ഞങ്ങൾ കരുതുന്നു. ജില്ലയിലെ ഏക സ്വീകരണ കേന്ദ്രമായിരുന്നു ഒറ്റപ്പാലം. സ്വീകരണത്തിന്റെ ഭാഗമായി ഒറ്റപ്പാലം നഗരത്തിൽ റാലിയും സെന്റിനറി ഗാർഡ് പരേഡും നടന്നു. സ്വീകരണ സമ്മേളനത്തിൽ KP മുഹമ്മദ് മുസ്ലിയാർ കൊമ്പം അധ്യക്ഷത വഹിച്ചു. സയ്യിദ് അലി ബാഫക്കി തങ്ങൾ പ്രാർത്ഥന നടത്തി. ഉപനായകരായ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, സമസ്ത സെക്രട്ടറി പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, മാരായമംഗലം അബ്ദുറഹ്മാൻ ഫൈസി, സാദിഖ് സഖാഫി, VK ശ്രീകണ്ഠൻ MP, MLA മാരായ P മമ്മിക്കുട്ടി, K പ്രേംകുമാർ, മുഹമ്മദ് മൂസിൻ, CPI സംസ്ഥാന സമിതി അംഗം KP സുരേഷ് രാജ്, മുൻ MLA M ഹംസ തുടങ്ങിയവരും പങ്കെടുത്തു. ഒറ്റപ്പാലം കനിഹ വെഡിംഗ് സെന്ററിൽ പൂരം മെഗാ സെയിൽ. ആഘോഷിക്കൂ ഈ ഉത്സവകാലം കനിഹയ്ക്കൊപ്പം. കനിഹ വെഡിംഗ് സെന്റർ, ഒറ്റപ്പാലം.